ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഈ സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ DEO പെൻഷനായിരുന്നു. അത് കാരണം കൊല്ലം AEO ആൻ്റണി പീറ്ററിനായിരുന്നു DEOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. അപ്പോൾ അധിക ചുമതല ഉണ്ടായിരുന്ന ആൻ്റണി പീറ്ററിനോടായിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശദീകരണം ആവശ്യമാണ്. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെൻറ്റ് നോട്ടീസ് നൽകും. അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ്. അതിൽ ചാപ്റ്റർ 3 റൂൾ 7 പറയുന്നതാണ് ആക്ഷൻ അഗൈൻസ്റ്റ് മാനേജർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദി ഇവൻ്റ് ഓഫ് മിസ്മാനേജ്മെൻറ്റ്. അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നോട്ടീസിന് മാനേജ്മെൻറ്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല.